പാലക്കാട് മണ്ണാർക്കാട് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിന്റെ ഭീഷണിയെ തുടർന്ന് ഒരു യുവാവ് ആത്മഹത്യ ചെയ്തു എന്ന ആരോപണം. 549 രൂപ അടയ്ക്കാൻ 2 ദിവസത്തെ കാലതാമസം ചോദിച്ചിട്ട് ഏജന്റ് നൽകിയില്ല എന്ന് മരിച്ച ഇക്ബാലിൻ്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു. ഈ ഏജന്റ് നോക്കി നിൽക്കുകയായിരുന്നു ഈ സംഭവം അരങ്ങേറിയത്. സംഭവത്തിൽ പോലീസ് നടപടി കാര്യക്ഷമമല്ല എന്നാണ് ആരോപണം. ഞങ്ങൾക്ക് പരാതി ഞങ്ങളെ കുറിച്ച് തന്നെ ഉള്ളൂ. ഞങ്ങളുടെ ജീവിതത്തിനെ കുറിച്ചുള്ള പരാതിയുള്ളൂ, അല്ലാതെ ആരും കുറ്റക്കാരല്ല. എൻ്റെ മകനെ തിരിച്ചടക്കാൻ പറ്റിയില്ല. ഈ മാസം 2-നാണ് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിന്റെ ഏജന്റ് വീട്ടിലെത്തി ഇക്ബാലിനെ ഭീഷണിപ്പെടുത്തിയത്. ആഴ്ചയിൽ 549 രൂപ അടവ് നൽകാൻ കഴിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്തുകൂടെ എന്നാണ് ഏജന്റ് ഇക്ബാലിനോട് ചോദിച്ചത്. ഏജന്റിന്റെ ഭീഷണിയിൽ മനം നൊന്ത് മുറിയിൽ കയറിയ ഇക്ബാൽ ആത്മഹത്യ ചെയ്യുകയായിരുന്നുവെന്ന് കുടുംബം. സാറേ, എനിക്ക് 2 ദിവസത്തെ അവധി തരണം പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, പോയി ചത്തൂടെ, ഇങ്ങൾക്കൊന്നും പൈസ ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു. അവരപ്പോൾ പെട്ടെന്ന് പോയി മനോവിഷമത്തിൽ വിഷം കഴിക്കുകയായിരുന്നു ചെയ്തത്. നമുക്ക് പറയാനുള്ളത്, ഇക്ബാലിന് സംഭവിച്ച പോലെ ഇനി ഒരാൾക്കും സംഭവിക്കാൻ പാടില്ല എന്ന് ഞങ്ങൾക്ക് ജനകീയ വേദിക്ക് പറയാനുണ്ട്. പോലീസിൽ പരാതി നൽകിയിട്ടും അന്വേഷണം കാര്യക്ഷമമല്ലെന്നും ബന്ധുക്കൾ ആരോപിച്ചു. ജില്ലയിൽ 100 കണക്കിന് വീട്ടമ്മമാർ ഇത്തരത്തിലുള്ള ലോൺ കെണിയിൽ കുടുങ്ങിയതായി 24 അന്വേഷണത്തിൽ വ്യക്തമായിരുന്നു. 30 ലോണുകൾ വരെ സ്വന്തം പേരിലുള്ള വീട്ടമ്മമാർ ജില്ലയിലുണ്ട്. ഒന്ന് നികത്താൻ മറ്റൊരു വായ്പ എടുക്കേണ്ട അവസ്ഥ. സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കാൻ സർക്കാർ നിയമനിർമ്മാണം കൊണ്ടുവന്നേ മതിയാകൂ. രാജീവ് സുദേവിനൊപ്പം പാലക്കാട് നിന്ന് നിഖിൽ പ്രമേഷ്, 24.